Hello everyone, good morning. A very welcome to all of you. കറക്റ്റ് ടൈമിൽ തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. ഇന്നലത്തെ പോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ക്യാമറ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഇന്നലെ മെന്റർ ഷത പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളോട് 1 2 3 പറയുന്ന പോലെ പറയണമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് പറ്റുന്നവരൊക്കെ വരിക. ആഫ്റ്റർ ദ മെഡിറ്റേഷൻ ആയാലും കുഴപ്പമില്ല, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ ഒരുപാട് ടൈം എടുത്തു. ഇഫ്താറിന്റെ അത്തായൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് പകരം പ്രയർ ടൈമിന്റെ സമയമാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫാത്തിമാന്റെ മെഡിറ്റേഷന് വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പം ഈ ഒരു മാസത്തിലേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ കിട്ടുമ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് അറിഞ്ഞിട്ട് വരുന്നവരാണ് അവർക്കൊക്കെ പ്രത്യേകിച്ചും സ്പെഷ്യൽ താങ്ക് യു. റെഡി ആണ് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. ഇന്നലെ ഒരുപാട് പേര് ജോയിൻ ആയി അവരെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി. റെഡി റെഡി. ഇന്ന് പ്രസീദ് സർ ഉണ്ടല്ലോ, ഇന്നലെ കണ്ടില്ലല്ലോ സാറിനെ. സാർ എപ്പോഴും നമ്മുടെ സെഷനിൽ കയറുന്നതാണ്. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നമുക്കും മെന്റേഴ്സിനും എന്തോ ഒരു ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു ഇന്നലെ. സത്യം പറഞ്ഞാല് എല്ലാരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് വായോട്ടോ, ഇന്ന് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. റെഡി റെഡി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എല്ലാരും പറയൂ, അപ്പോഴേ വരൂ. എല്ലാരും ഉണർത്തണം. ഉണർത്തിയ എല്ലാരും ഓക്കെയാണ്. ക്യാമറ മോഡിലൊക്കെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷന് ഇനിയിപ്പം നിങ്ങൾക്ക് ക്യാമറ മോഡ് ഓൺ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും എല്ലാവരും വരാം. ആ ഒരു ഭംഗി വേറെ തന്നെ. കാരണം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഫാത്തിമയൊക്കെ നമ്മളോട് ആദ്യം പറയും ക്യാമറ ഓൺ ചെയ്യൂ. അപ്പൊ വിചാരിക്കും എന്തിനാ ഇപ്പൊ ഓൺ ചെയ്യും, നമുക്ക് കാര്യങ്ങൾ കേട്ടാ പോരെ വിചാരിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരാളോട് സംസാരിക്കുക. ഒരു ഒരു ആരെയും കാണുന്നില്ല, റിപ്ലൈ ഇല്ല, എന്തൊക്കെ ഓൾറെഡി നമുക്ക് റിപ്ലൈ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് കാണുക കൂടെ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വരും. ഇതിപ്പം ആരും ഇല്ലാതാകുമ്പോ എന്നാ പിന്നെ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ ഫാത്തിമ എപ്പോഴും പറയും ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതുപോലെ നിങ്ങളും എന്തെങ്കിലും ഒരു ചാൻസ് നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഷൈ ഒക്കെ നമുക്ക് പോയി കിട്ടും. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫാത്തിമ വെരി സ്ട്രിക്ട്ലി ഉള്ള വൺ തിങ്, ഫസ്റ്റ് കാര്യമാണത്, ക്യാമറ ഓൺ ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളത്, വിതൗട്ട് എനി റീസൺ എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഒരുപാട് കൂടുതൽ സംസാരിക്കുന്നില്ല പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. വെൽക്കം ചെയ്യാം അല്ലേ? ഓക്കെ, ഒരുപാട് പേര് പറഞ്ഞു. അവരൊക്കെ മാനിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അവർ ബിലൗഡ് മൈൻഡ് ആൻഡ് മെഡിറ്റേഷൻ എക്സ്പെർട്ട് ഫാത്തിമ മഹ്മൂദ്. ഓവർ ടു യു ഫാത്തിമ. Hi everyone, good morning. Am I audible? Everything perfect? So thank you so much, Yasmia. So now I hope everyone is ready with a positive impact. Okay, so ആദ്യം തന്നെ ഒഫീഷ്യലി ഒരു വാം ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ആണ് ആദ്യത്തെ നമ്മുടെ പ്രോസസ്. അപ്പൊ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പം ജസ്മിയ പറഞ്ഞു, വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ട് ഒരു ഒരു മടുപ്പ് വരുന്നില്ലേ? അപ്പൊ എന്താ ചെയ്യാ, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ്ലി അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ ആഫ്റ്റർ ദി മെഡിറ്റേഷൻ എങ്കിലും എല്ലാവരും പെട്ടെന്ന് വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യാം. എന്നാലും എനിക്കൊരു എനർജി ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, നിങ്ങളെ എനർജിയാണ് എന്റെ എനർജി. ഓക്കെ, സോ അപ്പൊ നിങ്ങള് ഒരു നല്ലൊരു ഒരു ചാമിങ് ആയിട്ട് നിങ്ങളെ മുഖം എല്ലാവരും കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് കാണാത്തോണ്ട് ആ ഒരു ഭംഗി. അപ്പം ആ ഒരു സ്മൈലിംഗ് ഫേസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പൊ എന്താ ചെയ്യാം, വീഡിയോ മോഡിന്റെ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ വീണ്ടും ഞാൻ തന്നെ എടുത്തു പറയാൻ കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് ദ സെക്കൻഡ് തിങ്, നമ്മൾ മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും ഹെഡ്ഫോൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, കിടന്നുകൊണ്ട് ആരും കേൾക്കാൻ നിൽക്കരുത്. ഓക്കെ ഓക്കെ. അപ്പം പണ്ടൊക്കെ ഞാൻ കിടന്നുകൊണ്ടൊക്കെ ആയിരുന്നു സെഷനൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കിടന്നതേ ഓർമ്മയുണ്ടാവും, പിന്നെ രാവിലെ ആവും, പിന്നെ അല്ലെങ്കിൽ രാത്രി ആവും
ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആരും ഫോൺ ചെയ്യരുത്. ഉറങ്ങിപ്പോവാൻ നല്ല സാധ്യതയുണ്ട്. ആദ്യമായിട്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാനോ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു, മെഡിറ്റേഷൻ എനിക്ക് വർക്ക് ആവുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇറ്റ്സ് ഫൈൻ, അത് നോർമലാണ്. ഈവൻ എന്റെ കാര്യത്തിൽ പോലും ഞാൻ ആദ്യം മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നത് മെഡിറ്റേഷൻ ആണ്. ബട്ട് നോക്കൂ, ആഫ്റ്റർ ഓൾ റെസ്റ്റ് നമുക്ക് ലാസ്റ്റ് എന്താ സംഭവിച്ചാൽ നോക്കൂ. അപ്പൊ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് പ്രാക്ടീസ് വേണം. അപ്പൊ ആരും അതിന് എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്റെ മൈൻഡ് എന്തോ ഭയങ്കര ഡാർക്ക് ആണെന്നൊന്നും വിചാരിച്ച് വെറുതെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊന്നും അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നമുക്ക് മെഡിറ്റേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ ജോയിൻ ചെയ്യാതെ ഇന്ന് ആദ്യമായി മെഡി റൂട്ടീൻ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അല്ല ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും? എനിവൺ? വെരി ഗുഡ്, ഒരാളേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഓക്കെ ഗ്രേറ്റ്. അപ്പൊ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഫൈൻ. അപ്പൊ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി ഒരു സന്തോഷം. അപ്പം നമുക്ക് മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് റിലാക്സ് ചെയ്തിരിക്കാം. ഓക്കെ, നമ്മൾ കണ്ണടക്കാതെ തന്നെ കണ്ണ് തുറന്നുകൊണ്ട് ഫ്രീ ആയി അല്പസമയം ഇരിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് മറ്റെവിടെയെങ്കിലും പ്ലേസ് ചെയ്തുകൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക. കയ്യിലോ ശരീരത്തിലോ ഒന്നും ഭാരമുള്ളോ ഇല്ലാതെ ഫ്രീ ആയിരിക്കും. മെന്റലി ഫിസിക്കലി ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണെന്നുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ എടുക്കാം. ഓക്കെ, ഫ്രീ ആയിരുന്നാൽ മതി. നിങ്ങളെ ബ്രീത്തും നിങ്ങളെ ബോഡിയും നിങ്ങളെ ബീറ്റും ഒക്കെ ഒന്ന് ഫീൽ ചെയ്യാം. എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി അൺഫോക്കസ്ഡ് ആയി ഇവിടെ ഫോക്കസ് ചെയ്ത് ജസ്റ്റ് സബ്മിറ്റ് ഹിയർ. ആൻഡ് ഒരു നല്ലൊരു ഇന്റൻഷൻ നിങ്ങൾക്ക് ഈ സമയത്ത് പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇന്റൻഷൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ തോന്നുന്നത്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്റൻഷൻ, സംതിങ് ലൈക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓപ്പൺ ആയി റിസീവ് ചെയ്ത് ഇരിക്കുകയാണ്. അതുപോലെ എന്താണോ നിങ്ങൾക്ക് ഇന്റൻഷൻ ആയിട്ട് വെക്കാൻ തോന്നുന്നത് ആ ഒരു രീതിയിൽ പ്യുവർ ആയിട്ടുള്ളൊരു നല്ലൊരു ഇന്റൻഷൻ വെച്ച് അല്പ സമയം റിലാക്സ് ചെയ്ത് ടേക്ക് യുവർ ടൈം. കണ്ണുകളടക്കാതെ തന്നെ യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ. Very good. Now you can slowly close your eyes. നിങ്ങളുടെ കുഞ്ഞു കണ്ണുകൾ പതിയെ സോഫ്റ്റായി നിങ്ങൾക്ക് കണ്ണെടുക്കാൻ തോന്നുന്ന ഒരു പോലെ ഫീൽ ചെയ്ത് കണ്ണുകളെടുക്കാം. ക്ലോസ് യുവർ ഐസ്. എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മറ്റു ചിന്തകളിൽ നിന്നും ഒന്ന് കട്ട് ഔട്ടായി കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാം. Relax. Focus on your breath now. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതും ഫീൽ ചെയ്യാം. അതിലേക്കൊന്ന് ഫോക്കസ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടേതായ രീതിയിൽ അത് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന താളത്തിൽ തന്നെ പൊക്കോട്ടെ. ബട്ട് ജസ്റ്റ് ഫോക്കസ് there. നിങ്ങൾ കണ്ണടിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു ഡാർക്ക്നെസ്, ആ ഡാർക്ക്നെസ്സിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യും. നിങ്ങൾ ഓരോ പ്രാവശ്യവും ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾക്ക് ആ ഡാർക്ക്നെസ്സിന്റെ കാഠിന്യം കൂടി വന്ന് നിങ്ങൾ അലൈൻഡ് ആയി ഈ പോസ്റ്ററിൽ ഈ ഒരു പ്ലേസിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസോ ചിന്തകളോ പേടികളോ എന്തെങ്കിലും വന്നു ചേരുന്നുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് അതിന് അതിൻ്റെതായ വഴിക്കുന്ന അതിനൊരു ഹായ് പറഞ്ഞുകൊണ്ട് അതിന് അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് try to focus here. The method of focusing on the darkness, focusing on your breath. ആ താളത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ലയനത്തിലേക്ക് എത്താം. Feel this moment. ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതും കോൺഷ്യസ്ലി തന്നെ അനുഭവിക്കാം.
ബ്രീത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ബോഡിയും കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആവുന്നുണ്ട്, റിലാക്സ് ആവുന്നുണ്ട്, കാം ആവുന്നുണ്ട്. യു ക്യാൻ ഫീൽ ദാറ്റ് സ്റ്റേറ്റ്, ദ സ്റ്റേറ്റ് ഓഫ് നത്തിങ്നെസ്. നിങ്ങൾ എൻ്റെ ശബ്ദത്തിലേക്ക്, എൻ്റെ വാക്കുകളിലേക്ക്, എൻ്റെ കമാൻഡ്സിലേക്ക് സബ് കോൺഷ്യസ്ലി ഇപ്പൊ കണക്റ്റഡ് ആണ്. ഞാൻ പറയുന്ന എല്ലാ വാക്കുകളെയും ഒരു ഗൈഡഡ് കമാൻഡ് പോലെ, ഒരു ഗൈഡൻസിലൂടെ ചാരു നിങ്ങളിലേക്ക് വന്ന് പറഞ്ഞു തരുന്ന ഗൈഡഡ് മെസ്സേജുകളായി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ഓപ്പണിംഗ്. Don't do or don't try to make it more complicated. Just be here, open to receive. Very good. Very good. Very good, my dear. Okay, now focus on yourself. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒരു ഫോക്കസ് കൊടുക്കുക. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത, നിങ്ങളുടേതല്ലാത്ത എല്ലാ തരത്തിലുള്ള എക്സ്റ്റേണൽ എനർജീസ്, നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്സ്റ്റേണൽ എനർജീസും ഇപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പുറന്തള്ളുന്നതായി ഫീൽ ചെയ്യാം. You are letting go all unwanted foreign energy from your body. ഒന്നും പിടിച്ചു വെക്കാതെ അത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ റെഡി ആവുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ഒരു പടി മുന്നോട്ടേക്ക് എത്തിച്ചേരും. സോ മൈ ഡിയർ, പ്ലീസ് ലെറ്റ് ഗോ all the foreign energy from your body. Now, നിങ്ങളുടെ body complete ആയി in the state of resting. Now you are completely relaxed. In momental, you are experiencing the moment of nothingness. You are experiencing the moment of calmness. You are experiencing the moment of oneness. മറ്റാരെയും പറ്റി ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഈ ഒരു മൊമെന്റ്, ഈ ഒരു ദിവസം, ഈ ഒരു സമയം നിങ്ങൾക്ക് സബ്മിഷന് വേണ്ടി തിരഞ്ഞെടുക്കുക. Now I am trying to prepare you to submit yourself to the universe or the creator or the divine, whatever you want to call. നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെല്ലാം എന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഓരോ ശ്വാസവും കാണുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ റെഡിയായി നിൽക്കുന്ന ദാറ്റ് വൺ, ആ വണ്ണിലേക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. മൈൻഡ് കൊണ്ടൊന്ന് പറയാം, ജസ്റ്റ് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ, ഒരു ചോദ്യങ്ങളോ സംശയങ്ങളോ ഇല്ലാതെ be here, sit here, and you are now submitting, surrendering yourself to that one source, the powerful, kind source. ഓപ്പൺ ആയിട്ടിരിക്കാം, സബ്മിറ്റ് ചെയ്തിരിക്കാം. വെരി ഗുഡ്. ഈ മൊമെന്റിനെ നല്ല പോലെ യൂസ് ചെയ്യാം. Because this is your moment, your million moment. മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത, മറ്റെല്ലാ ഫാന്റസീസിൽ നിന്നും മാറി, മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാറി, നിങ്ങൾ നിങ്ങളായിരുന്നതുകൊണ്ട്
മറ്റൊന്നിനെയും ഭയക്കാതെ ഒരു കണ്ടീഷൻസും വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്ററിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്ന ഈ മൊമെന്റിനെ നിങ്ങൾക്ക് ഏത് രീതിയിലും വിഷ്വലൈസ് ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് സിറ്റിംഗ് ലൈക്ക് ഏത് പ്ലേസിലാണോ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ആ ഒരു സബ്മിഷനെ വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇറ്റ് മേ ബി യുവർ പ്രേയർ മാറ്റ് ഓർ സം ഹോളി സ്പേസ് ഓർ സംവെയർ യു വാണ്ട് ടു. അപ്പം നിങ്ങളുടേതായ രീതിയിൽ വിഷ്വലൈസേഷനിൽ നിങ്ങൾ ആ ഒരു സ്പേസിൽ ഇരുന്നു കൊണ്ട് ഒരു കണ്ടീഷൻസും ഇല്ലാതെ നിങ്ങളുടെ ക്രിയേറ്ററുടെ മുമ്പിൽ നിങ്ങളെ വെച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്രം നൗ ദിസ് മൊമെന്റ്, ഈ നത്തിങ്നെസ് മൊമെന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങള് കാര്യങ്ങളൊന്നും എല്ലാത്തിനപ്പുറത്തേക്ക് നിങ്ങളുടെ പേടി കൊണ്ട് നിങ്ങൾ നോക്കിക്കണ്ട ആ ഒരു യൂണിവേഴ്സ് ഓർ നിരാശ കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സറണ്ടർ ചെയ്ത ആ ഒരു ക്രിയേച്ചറിൽ നിന്നെല്ലാം മാറി നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്താണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, എല്ലാവരെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ഒന്നിലെ സ്നേഹം ഫീൽ ചെയ്യാൻ ശ്രമിക്കാം. Just now, take this moment to feel the blessings you had and you're having, and whatever you did in your life. നിങ്ങൾ എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയാലും നിങ്ങൾ എത്ര ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ, whatever, still he is giving you. Because നിങ്ങൾക്ക് തരാൻ വേണ്ടി തരുന്നതൊന്നുമല്ല, because he is loving you. ആ സ്നേഹം ഒന്ന് ഫീൽ ചെയ്യാം. You have the eyes, nose, lips, hands, you have the family, you have the creativity. നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ just be here, submit here, take this moment as a guidance, feel the blessings, feel this moment, take it
hope everyone is back. എവിടെ കണ്ടില്ലല്ലോ ആരും. ഓക്കെ, എവിടെ പോരട്ടെ? എല്ലാരും വീഡിയോ മോഡിൽ പോരട്ടെ. ഓക്കെ, 3 പേരേ ഉള്ളൂ. ബാക്കി ഉറങ്ങാത്ത പേരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണം, നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അറിയണമല്ലോ. ഓക്കെ, എവിടെ? ഹൗ വാസ് ദ മെഡിറ്റേഷൻ? ആർ യു ബാക്ക്? തിരിച്ചു വന്നിട്ടുള്ള എല്ലാരും ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ, വേർ ഇസ് യുവർ എനർജി? പെട്ടെന്ന് തന്നെ വീഡിയോ മോഡിലേക്ക് വരാം. ഐ വോണ്ട് ടു സീ യുവർ ഫേസ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഒരുപാട് സുന്ദരമായിട്ടുള്ള സുന്ദരിമാരെ കാണുന്നുണ്ടല്ലോ. സുന്ദരന്മാരൊന്നുമില്ല എവിടെ? പെട്ടെന്നാവട്ടെ, വീഡിയോ മോഡിൽ വരൂ. ഫൈൻ. സോ ഐ ഹോപ്പ് എവ്രി വൺ എൻജോയ് ദ മെഡിറ്റേഷൻ. നമ്മൾ ഇന്ന് കുറേ സമയം ഒന്ന് ട്രാൻസിലേക്ക് പോയി, കുറേ സമയം ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്ത്, കുറേ സമയം നിങ്ങളിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്ത് കോൺഷ്യസ്ലി തന്നെ അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ലാസ്റ്റ് നമ്മൾ അറ്റ് ദി പോയിന്റ് ഓഫ് ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ഫേസിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. അപ്പൊ ആരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്ത, ആരൊക്കെ ചില സമയത്ത് ചില ആൾക്കാർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് കരച്ചിൽ വന്നിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. നമ്മൾ ഒന്നാമത് അത്രയും ഡീപ്പ് ലെവലിൽ പോയിട്ട് ചെയ്തതുകൊണ്ട് പല ആൾക്കാരും ഉറങ്ങി പോവാൻ ചാൻസ് ഉണ്ടാവും. ചില ആൾക്കാർ കറക്റ്റ് നിങ്ങൾ ഉറങ്ങിയതല്ല, കറക്റ്റ് ഓപ്പൺ യുവർ ഐസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണു തുറന്നു, നിങ്ങൾ ഉറങ്ങിയതല്ല, നിങ്ങൾ സബ് കോൺഷ്യസ്ലി ഒന്ന് ഓഫ് ആയതാ. അത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് ഇസ് ഓൾറെഡി ലിസണിങ് ടു ഇറ്റ്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കേൾക്കാത്തതോ ഞാൻ ഉറങ്ങിപ്പോയതോ എനിക്കൊന്നും കേട്ടിട്ടില്ല എന്ന് വിചാരിക്കണ്ട. ഡയറക്റ്റ് സബ് കോൺഷ്യസിലേക്ക് എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കും അങ്ങനത്തെ വേണ്ടാത്ത കുറെ ബേജാറും കാര്യങ്ങളൊന്നും വേണ്ട. യു സിറ്റ്, ജസ്റ്റ് സിറ്റ്, സറണ്ടർ ആൻഡ് സബ്മിറ്റ്. അത് മാത്രം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളൂ, ബാക്കിയൊക്കെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി, അങ്ങനെ പറയാറ്. അപ്പൊ എന്ത് ചെയ്യാം, ഇന്നത്തെ മെഡിറ്റേഷനിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ടേക്ക് അവേ പറയാനാണെങ്കിൽ, ആദ്യം ഒരു നത്തിങ്നെസ് സ്റ്റേറ്റില് കുറച്ച് സമയം ഒന്നും മിണ്ടാതിരുന്നു, പിന്നെ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ സെൽഫിലേക്ക് തന്നെ നല്ലോണം ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സെൽഫിനെ ആദ്യം കണക്ട് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എന്തിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ഡിവൈൻ, യൂണിവേഴ്സ്, ക്രിയേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഫേസിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുള്ളത്. ഇതന്നെ ഒരു എന്താ പറയുക ഇൻഡിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഇതാണ് ട്രൂത്ത്. ഇത് തന്നെയാണ് ട്രൂത്ത്. നിങ്ങൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റർ ആ ഫേസിലുള്ള ആ ഒരു അൾട്ടിമേറ്റ് സോഴ്സിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ് സോഴ്സിനെ കണ്ട ആളാണെങ്കിൽ അയാൾ എന്തായാലും അവരവരെയും കണ്ടിട്ടുണ്ടാവും. ഇത് രണ്ടും ഒരു കണക്ഷൻ ആണ്. ഇത് രണ്ടും കണക്ഷൻ ഇല്ലാന്നാണെങ്കിൽ നിങ്ങളെ കാണാതെ, ഐ മീൻ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റർ ആയിട്ട് അടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു കണക്ഷൻ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്ററിനെ കണ്ടിട്ടില്ല, നിങ്ങൾ ക്രിയേറ്ററിനെ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ക്രിയേറ്റർ എന്ന് പറയുന്ന മിത്തിലാണ് ഇത്രയും കാലം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് എത്തിയിട്ടില്ല, അത് പ്രവർത്തനമായിട്ട് മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അത് എത്തിയിട്ടില്ല. നിങ്ങൾ ശരിക്കും കേട്ടിരിക്കുക, നിങ്ങൾ ക്രിയേറ്ററുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്ററിനെ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ നിങ്ങളെ കണ്ടു, അറ്റ് ലാസ്റ്റ് ദി പോയിന്റ് യു വിൽ സീ യു വിൽ വിറ്റ്നസ് ദ ക്രിയേറ്റർ പോയിന്റ്, ഓർ ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഇത് രണ്ടും വളരെ കണക്റ്റഡാ. അവനില്ലാതെ അവനില്ല, അവനവനെ മനസ്സിലാക്കാത്തവൻ അവനെ മനസ്സിലാക്കാൻ പറ്റൂല. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. അത് അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യം പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇന്റൻഷൻ മാറ്റർ, നിങ്ങളുടെ ഓരോ ആക്ഷൻസ് മാറ്റർ എന്നൊക്കെ പറയുമ്പോൾ ദിസ് ഈസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദിസ് ഈസ് ഷോയിങ് അസ് ദാറ്റ് നീ നിന്നെ മനസ്സിലാക്കാതെ, നീ നിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ, നീ നിന്നെ അറിയാതെ നീ എന്നെ അറിയൂല. ഈവൺ എടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ അത്രയ്ക്ക് ഡിമാൻഡാ. ഒന്ന് കാണാൻ കിട്ടാനോ ഒന്ന് ഇതാക്കാനൊക്കെ അയാൾ ഫുള്ള് തിരക്കായിരിക്കും. എന്നിട്ട് അല്ലെങ്കിൽ പോട്ടെ, ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെ, ഒരു മിനിസ്റ്ററിനെ കാണാൻ, ഒരു MLA കാണാൻ തന്നെ അത്രയ്ക്ക് തിരക്ക്. നമുക്ക് ശുപാർശക്കത്ത് കൊടുത്ത് ചെയ്ത് അത്രയും, അല്ലെങ്കിൽ അത്രയും ബ്ലാക്ക് ഹാറ്റ്സിന്റെ ഒക്കെ ഇടയ്ക്കെന്നൊക്കെ മാത്രമേ നമുക്ക് മോദിനൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇനി TV കാണാം. ഇനി ഇവർക്ക് വരെ ഇത്ര ചാടി എണിക്കല്, ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരവാദിയായിട്ടല്ല, ഇതിനെല്ലാം പഠിച്ചുയർത്തിയിട്ടുള്ള ആളെ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് കിട്ടും തോന്നുന്നുണ്ടോ?
കിട്ടും. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ അറ്റത്ത് ഞാൻ എത്തും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിളി ഏത് വിളിയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വിളി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിളിന്റെ സ്റ്റേറ്റ് ആയിരിക്കും അവിടുത്തെ വിളി. ഒരു സിമ്പിൾ പറഞ്ഞാല് ഇവിടുത്തെ ഒരു ദിവസവും ഹിയർ ആഫ്റ്ററിലെ ഒരു ദിവസവും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം എന്ന് കണക്കൂട്ടുന്ന ഇവിടുത്തെ ദിവസത്തിന്റെ കണക്കൂട്ടിട്ട് അവിടുത്തെ ദിവസത്തിന്റെ പറ്റ കാര്യമുണ്ടോ? അതേപോലെ തന്നെയാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആ തൊട്ടപ്പുറത്ത് വന്നിരിക്കും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ ഏത് വിളിയാണ്, ഏത് നോട്ടത്തിൽ നിന്നുള്ള വിളിയാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളതെന്ന് ഒന്നും കൂടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളെ മനസ്സിലാക്കാതെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്തായി ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ കണ്ടനാടിയെ മനസ്സിലാക്കിയാലല്ലേ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള എന്തിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് അവർ സെൽഫ് ഫസ്റ്റ്. സബ്മിറ്റിംഗ് അവർ സെൽഫ്, നമ്മളെ സെൽഫിനെ നമ്മൾ അത്രയും സബ്മിറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ജേർണി. ആർക്കും തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രെയർ എന്ന് പറയുന്ന സാധനം കൃത്യമായി ചെയ്തത് കൊണ്ട് മാത്രം പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം. ഇറ്റ്സ് എ ജേർണി ഓഫ് ലൈഫ്, ഇറ്റ്സ് എ ഗെയിം ഓഫ് ലൈഫ്. ഈ ലൈഫ് കംപ്ലീറ്റ് ആയി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ വൺ എന്ന് പറയുന്ന സാധനത്തിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ആക്സസ് ചെയ്യാനുള്ള ജേർണിയിലാണ് നമ്മളൊക്കെ എല്ലാവരും ആക്സസ് ചെയ്യാനുള്ള ജേർണിയിലായത് കൊണ്ട് തന്നെയാണ് എന്തോ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വന്നിരുന്നതാണെങ്കിലും പലതും പലതിനെ ആക്കുന്ന ഒന്നുണ്ട്. പലതും പലതരമായി മാറി നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഒന്നിലേക്കാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. എല്ലാവരും വന്ന് സെഷനിലൊക്കെ പറയും, അല്ലെങ്കിൽ മെഡി റൂട്ടീനൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയും എന്താന്ന് അറിഞ്ഞൂടാ, റൂട്ടീൻ വെറുതെ സെറ്റാക്കണം, മടി മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നേന്ന്. പക്ഷെ എന്തല്ലോ ഇപ്പൊ നിസ്കരിക്കുമ്പോ ഒക്കെ ഭയങ്കര എന്തോ പറ്റി, അതെന്താ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്താ നമ്മളെ ഹാർട്ടിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് വി വിൽ വിറ്റ്നസ് ദാറ്റ്, വി വിൽ ഫീൽ ദാറ്റ് ഇത്രയും ഞാൻ പഠിച്ചിനെ, ഞാൻ ഇത്രയും ക്ലാസ് വരെ പഠിച്ചിനെ, ഇവൻ ഞാൻ ഖുറാൻ വരെ പഠിച്ചിട്ട് പോലും ഐ വിറ്റ്നസ്ഡ് ദാറ്റ്. ഞാൻ ഖുറാൻ പോലും കുറെ കാലം വർഷങ്ങളായി പഠിച്ചിട്ട് പോലും ഐ ഡോണ്ട് നോ വൈ ഐ എം ഫീലിംഗ് സംതിങ് ഹിയർ. ഫാത്തി എന്താ ചെയ്തത് ഇവിടെ, എന്താ നിങ്ങൾ മെഡി റൂട്ടീനിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യെങ്കിൽ പോലും എന്റെ ഹാർട്ട് ഈസ് ഡൂയിങ് സംതിങ് or stitching something or it is cooking something in me അല്ലെങ്കിൽ on me എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ remaining silence and looking at them. അത് സത്യമാണ്. കാരണം നമ്മൾ നമ്മളുടെ സെൽഫിനെ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഇനി അതിനെ കാണുമ്പോൾ കണ്ടതിന് ശേഷം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പറഞ്ഞു, കണ്ടിട്ടോ കേൾക്കാത്ത ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ബട്ട് വി സിറ്റിംഗ് ദയർ, നമ്മൾ ആരും ഭയങ്കര സംഭവം ഒന്നല്ല, ജസ്റ്റ് സിറ്റ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ പറഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊന്നും നമ്മൾ ആരും വല്ല ആളൊന്നല്ല. അപ്പം എന്താ പറയാ, നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർക്കും ക്രിയേറ്റർ അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ എന്താ പറയാ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ സോഴ്സ് ചെയ്യുന്ന ഏത് കാര്യം നിങ്ങൾ എന്തിലേക്ക് വിശ്വസിക്കുന്നോ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തോ ഒരു പോയിന്റ് നിങ്ങളെ നയിക്കുന്നുണ്ടെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, ആ തോന്നുന്ന ആളെ എന്തെങ്കിലും ചെയ്തതിനാ പെട്ടെന്ന് ശിക്ഷ തരാൻ കാത്തിരിക്കുന്ന ഒരു മുടി ഇവിടെ കണ്ട ആ നരകത്തിൽ എന്ന് പറയുന്ന ആളിനെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ചെറിയൊരു ആക്ഷൻ ചെയ്തതിനാല് എന്താ പറയാ പെട്ടെന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരാൾക്ക് അപ്പുറത്തേക്ക്, കുറേ ചോദിച്ചാലേ തരൂന്ന് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും ചോദിക്കാത്തൊരവസ്ഥയില് നത്തിങ്നെസ്സിൽ ഇരുന്നോട്ട് നിങ്ങൾക്ക് ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ 5 നേരം കൈകുപ്പി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രാർത്ഥനയിലല്ലാത്ത പക്ഷത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ക്രിയേറ്ററിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ പറയുന്നത് 24 മണിക്കൂറും ദൈവികമായി ഇങ്ങനെ നടക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? are experiencing love or you are experiencing that creator. This is the truth. നിങ്ങൾക്ക് ആ ഒരു ശിക്ഷ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്ര 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 തവണ നന്നാവാൻ ചാൻസ് തന്നിട്ടുണ്ട്, എത്ര ബ്ലെസ്സിങ്സ് കയ്യിലെടുത്ത് തന്നിട്ടുണ്ടെന്ന് ഒന്ന് അടുക്കടുക്ക് ചിന്തിച്ചു നോക്കാം. ആ ബ്ലെസ്സിങ്സ് തരുന്നത് എനിക്ക് ബ്ലെസ്സിങ്സ് തരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ബ്ലെസ്സിങ്സ് ഒക്കെ തന്നിട്ട് ചില ആൾക്കാർ വിചാരിക്കുന്ന തന്നെ ബ്ലെസ്സിങ്സ് ഒക്കെ തന്നിട്ട് അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം നരകത്തിൽ ഇടാനുള്ള ഒരു ആളായിട്ടാണ് പലരും ക്രിയേറ്റർ ഒക്കെ കാണുന്നത്. പക്ഷെ ഈ ബ്ലെസ്സിങ്സ് ഒക്കെ വാരിക്കോരി വീണ്ടും 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 തരുന്നത് നമ്മൾ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഉമ്മക്ക് ഒരു മക്കളോട് തോന്നുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എന്ന് പറയുന്ന ഉത്ഭവം അവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഉത്ഭവത്തിൽ നിന്ന് എത്ര സ്നേഹം ഉണ്ടാവും. അപ്പം
നമ്മളോട് ആ സ്നേഹം ഫീൽ ചെയ്തിട്ടാണ് വീണ്ടും 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 എനിക്ക് തരുന്നത്. ഈവൺ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ തെറ്റുകൾ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളോട് സ്നേഹമുള്ളതുണ്ടാവും. ബിക്കോസ് ആ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിഗ്രറ്റ് വന്ന് റെപ്പന്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നീ എന്നെ ഓർക്കുന്ന ഒരു മൊമെന്റ് വരുമല്ലോ, അത് നമ്മളെ കൊണ്ട് ഓർപ്പിക്കാനായിരിക്കും ചില സമയം ആ തെറ്റുകൾ പോലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം തെറ്റുകൾ പോലും ബ്ലെസ്സിങ്സ് ആയി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്ന ഒരു ലെവലിൽ നമുക്ക് എത്തും. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ ആ നോമ്പർത്തിന് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് അത് അടുപ്പായിരിക്കും എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊന്നും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്ടേ? ഇതുപോലെ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഹിയർ ആഫ്റ്റർ നിങ്ങളോട് ചോദിക്കും ഹൂ ആർ യു? ഐ എം ഫാത്തിമ മഹ്മൂദ്. ഏത് ഫാത്തിമ മഹ്മൂദ്? മാറിയേക്ക് എന്ന് പറയൂലേ? അല്ലെങ്കിൽ ഹൂ ആം ഐ എന്ന് ചോദിക്കുമ്പോ ഉള്ള അവസ്ഥയിൽ സിബ് ചെയ്യും. ബിക്കോസ് യു ഡോണ്ട് നോ. ഈവൺ ഇവിടുന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് എന്ത് തേങ്ങ പറയാനാ? കുറെ പരാതിയുണ്ട്, എനിക്ക് കടണ്ട്, അത് വീട്ടിൽ തരണം എന്നൊക്കെ പറഞ്ഞ് കുറെ പരാതികൾക്ക് പറയാനാണ് നിങ്ങളുടെ ദൈവിക സമയം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ ദൈവിക സമയം ഗ്രാറ്റിറ്റ്യൂഡിനും ലവിനും ഫീൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ആര് ദൈവത്തെ കണ്ടു? നിങ്ങൾക്ക് കത്തെഴുതി കൊടുക്കുന്ന പരാതിപ്പെട്ടികൾ മാത്രം, പരാതികൾ പറയാനുള്ള ഇടം തന്നെയാണ്, പക്ഷെ പരാതികൾ പറയാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആക്കി നിങ്ങൾ മാറ്റിയിരിക്കുകയാണ് ഒരു റോബോട്ടിക് സിസ്റ്റത്തിൽ. ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അയാൾ പ്രാർത്ഥിക്കുന്നത്, ആള് ഒരിക്കൽ എന്താ പറയാ ക്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാണ്, മിനിറ്റ് കൊണ്ട് തീർന്നു, ഒരു 200 ഉണ്ടാവും. കാരണം ചെറുപ്പം മുതൽ ആള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരേ ചോദ്യം ഇതിങ്ങനെ എനിക്കും എന്റെ കുടുംബത്തിൽ ഇങ്ങനെ 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 പറഞ്ഞ് പോകുന്നത്, അതും വെരി സ്പീഡ് ആൻഡ് ക്വിക്കായിട്ട് ചോദിക്കുകയാണ്. ഇത് പ്രാർത്ഥനയാണ്, ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയുടെ ഡയമെൻഷൻ എങ്കിൽ നിങ്ങൾ ഉണ്ടല്ലോ അയ്മൂട്ടി ലെവലിലാണ് ഉള്ളത്. നിങ്ങളെ ലെവലിൽ എത്തിയിട്ടില്ല. കായംകുളം മോഡലിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളെ വിറ്റ്നസ് ചെയ്യുന്ന മൊമെന്റില്, നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ഒരു യെസ് ഐ ഡിഡ് ഇറ്റ് യുറൈക്ക എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ അഹങ്കാരി അല്ലാത്ത ഒരാൾ മനസ്സിലാക്കുന്ന, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ മനസ്സിലാക്കും ദിസ് ഈസ് ഓൾ ഫ്രം യു, ഐ ആം നത്തിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം നത്തിങ്നെസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ക്രിയേറ്റർ ഫേസിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ആ ക്രിയേറ്റർ ഫേസിലേക്ക് കടന്നാൽ തന്നെ എങ്ങനെ നമ്മൾക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് മോർ ദാൻ ആസ്കിങ്, മോർ ദാൻ സീക്കിങ്, just submitting you, because I know that truth. I know that one truth. എന്നേക്കാൾ കൂടുതൽ എന്റെ ലൈഫിൽ എനിക്ക് എന്താ വേണ്ടത്, ഏത് സമയത്ത്, ഏത് നേരത്ത്, എങ്ങനെ, ഏതൊക്കെ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് വേണമെന്ന് എന്നേക്കാൾ കൂടുതൽ ഷാർപ്പ് ഷൂട്ടായിട്ട് അറിയുന്ന നിന്റെ മുമ്പിൽ ഞാൻ എന്ത് വന്ന് ചോദിക്കാനോ? ഇത്രയും ബ്ലെസ്സിങ്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അടുത്ത് വന്ന് ഞാൻ എന്ത് ചോദിക്കാനാ? വീണ്ടും വീണ്ടും തരേണ്ട സാധനങ്ങൾ തരേണ്ട സമയത്ത് തരേണ്ട രീതിയിൽ തന്നുകൊണ്ടിരിക്കുന്ന നിന്റെ മുമ്പിൽ ഞാൻ എന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ നിന്നിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന മൊമെന്റ് തൊട്ട് ഐ ആം ഗൈഡഡ്. അതുകൊണ്ട് എന്റെ ലൈഫിൽ നിന്റെ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അവിടെയല്ലേ വിശ്വാസം ഉണ്ടാവുന്നത്. അപ്പൊ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഉയരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കാതിരിക്കുന്ന ആൾക്കാർക്കാണ് ചോദിക്കാതെ നിൽക്കുന്നത്. അല്ലാത്തവർക്ക് ഫസ്റ്റ് ലെവലിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് ലാസ്റ്റ് അവർ മനസ്സിലാക്കുന്ന ഒരു ലെവലെത്തും. അത് ഈ കാര്യങ്ങളൊക്കെ ഒരു ഫേസിൽ ഇങ്ങനെ കടന്നു പോയിട്ട് എത്തുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങളിൽ പ്രവർത്തിക്കാന്ന് പറയുമ്പം, നിങ്ങൾ കാണുന്നത് പെട്ടികൾ പറയുന്ന, അല്ലെങ്കിൽ ആവശ്യങ്ങൾ കൊടുക്കുന്ന ഒരാളായിട്ടോ, നിങ്ങളുടെ വിഷമങ്ങൾ മാത്രം പറയുന്ന ഒരാളായിട്ടോ, അതിനപ്പുറത്തേക്ക് എന്റെ സ്നേഹം എനിക്ക് ഫുൾ ബ്ലെസ്സിങ്സ് മാത്രം തന്നുകൊണ്ടിരിക്കുന്ന എന്നെ ഏത് നേരം സദാസമയം, ഞാൻ കരഞ്ഞാലും ഞാൻ ഉറങ്ങിയാലും ഞാൻ ഇരുന്നാലും ചിരിച്ചാലും എന്നോട് സ്നേഹം മാത്രം പറയുന്ന ഒരു ക്രിയേറ്ററിനെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്നേഹിക്കാനുള്ള മനുഷ്യന്മാരെ വരുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് പറയാനുള്ള അവസ്ഥകൾ മാത്രമേ വരുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും 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 ബറക്ക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തും. ഇതല്ലേ ശരിക്കും പറഞ്ഞ പ്രാർത്ഥന, അല്ലെങ്കിൽ ഇതല്ലേ ശരിക്കും പറഞ്ഞ പോയിന്റ്നെസ്? എന്നാ ഇതുമല്ല. നിങ്ങളിപ്പോ ഇതറിഞ്ഞാൽ മതി.
ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ബാക്കി എക്സ്പീരിയൻസ് ചെയ്യും. റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് ഈ വേൾഡിൽ ഒരുപാട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് അറിയാൻ നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ സെൽഫിനാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ വന്നിട്ട് സ്റ്റോറീസിലായാലും ഒക്കെ ആവാം, സ്റ്റോറീസിലാണെങ്കിലും മെസ്സേജിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജിലാണെങ്കിലും നമ്മളെ മെന്റേഴ്സ് എല്ലാവരും വന്ന് വിളിക്കും, നിങ്ങളെ മനസ്സിനെ നന്നാക്കാൻ, നിങ്ങളെ സെൽഫിനെ കാണാൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈവൻ ഇപ്പം ഈ കറന്റ് സിറ്റുവേഷനിൽ ഇപ്പൊ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും സ്വന്തത്തെ കയ്യിലില്ലാത്ത ആൾക്കാരായതുകൊണ്ടല്ലേ ഓർക്ക് എന്തൊക്കെയോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണേ. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ആക്ഷൻസും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്താ പറയാ, നിങ്ങൾ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും മെഡി റൂട്ടിൽ ജോയിൻ ചെയ്താലോ, ഇനി എന്റെ മെന്ററിങ്ങിൽ ജോയിൻ ചെയ്താലോ, നിങ്ങൾ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും എന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഈ സെൽഫിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്താലും അതിനൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് അത്രയും ധൈര്യപൂർവ്വം പറയാൻ കാരണം, നമ്മൾ നമുക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ വേറെ ആരാ നമുക്ക് വേണ്ടി റിസ്ക് എടുക്കാം? അപ്പം ഇതിപ്പോ പറഞ്ഞു പോയതാ, ഫ്ലോയില് വന്ന് പറഞ്ഞു പോയതാ. സാധാരണ മിഡിൽ റൂട്ടിൽ ഇത്ര ഡീപ്പിൽ ഇങ്ങനെ പറഞ്ഞ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കുറെ ടൈം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഐ ഡോണ്ട് നോ വൈ നിങ്ങൾ എല്ലാവരും അത്രയും ഇങ്ങനെ പറഞ്ഞ് ഇരുന്നുകൊണ്ടാണോ എന്നറിയില്ല, വൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എല്ലാം നിങ്ങളുടെ സറണ്ടറൻസും നിങ്ങൾ ഓപ്പൺ ആയി ഇരുന്നതുകൊണ്ടാണ്. പക്ഷെ ദിസ് ഈസ് ദ ട്രൂത്ത്. എന്നാൽ ഇതുമല്ല ട്രൂത്ത്. ഇതും കഴിഞ്ഞ് നിങ്ങൾ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇതുമല്ല. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ കുറെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം ഇപ്പൊ നിങ്ങളെ സ്റ്റേറ്റും ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇവിടെ ഇത് ഞാനല്ല, ഒറിജിനൽ ഞാൻ. ശരിക്കും നിങ്ങൾ ഒറിജിനൽ നിങ്ങളെ കാണുന്നത്രേ. ഇപ്പൊ നിങ്ങൾ സലീം കുമാർ പറഞ്ഞ പോലെ ഇത് ഒറിജിനൽ ഞാൻ അവിടെ അറബിന്റെ കൂടെ ജീവിക്കുകയാണ്. ഇത് ഞാൻ ആ കരിഞ്ഞുണങ്ങിയ അവരുടെ മക്കളാണെന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റില്ലേ, ആ സ്റ്റേറ്റിലെ ഇപ്പൊ നിങ്ങളുള്ളത്. നിങ്ങൾ ഒറിജിനൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ലാസ്റ്റ് ആയിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഒരു ഒരു ആരോഗ്യമുള്ള വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്ന് വരുന്നത് ആരോഗ്യമുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ വെജീസ് ആയിരിക്കും, ഫ്ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ആപ്പിൾ നോക്കാം. ആപ്പിളിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം, ബിക്കോസ് ഇറ്റ്സ് ഹാവ് ദാറ്റ് മച്ച് ക്വാളിറ്റി, അല്ലെങ്കിൽ പ്രൈവസി, സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആപ്പിൾ എന്ന് പറഞ്ഞത് അങ്ങനെ. അപ്പൊ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇപ്പൊ എന്റെ സെഷന് ഒരു ലെവൽ ഉണ്ട്, ഞാൻ കൊടുക്കുന്ന ഒരു ലെവല്. അപ്പം ഏത് കാര്യവും അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം എവിടുന്ന് വന്നു എന്ന് ചിന്തിക്കാം. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ, ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആർട്ടിസ്റ്റ് പറ്റേ ചെയ്യാത്തൊരു കാര്യമാണ് എന്ത് വരച്ചാലും ഉണ്ടല്ലോ ഒരു സൈന്, എന്തെങ്കിലും ഒരു സാധനം ഓരതാണെന്ന് കാണിക്കാൻ അവർക്ക് അതിലിടാണ്ടിരിക്കാൻ പറ്റൂല. അത് ചെറിയൊരു വീടോ ഒരു മരം വരച്ചാൽ പോലും അവർക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചൊക്കെ, എല്ലാ ആർട്ടിസ്റ്റുമാരെയും സൃഷ്ടിച്ച ആ ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ ആർട്ടിസ്റ്റിന്റെ ഒപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന സാധനത്തിൽ വെക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു ഒപ്പ് കാണാൻ, ആ ഹിഡൻ ഒപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് മാറും. ആ ഒപ്പ് കണ്ടെത്താനുള്ള ജേണിയാണ് നമ്മുടെ ലൈഫ് മൊത്തം. നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ ആ ഒരു ഒപ്പ് എത്രത്തോളം പ്രഷ്യസ് ആയിരിക്കും? അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ അത്രയും ക്വാളിറ്റി നിങ്ങളെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അവിടെ നിന്ന് ഒരു ഒപ്പ് കിട്ടിയാൽ തന്നെ നമ്മൾ തീർന്ന്. ഒരു നോട്ടം ദൂരത്തുനിന്ന് കണ്ടപ്പോ തന്നെ പ്രോഫറ്റ് മൂസ ഇല്ലാണ്ടായി എന്ന് പറയുമ്പോൾ, ആ ഒരു ഒപ്പ് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഓരോരുത്തരൊന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ പറ്റിയിട്ടാ പറയുന്നത്, എന്നെ പറ്റിയിട്ടല്ല. അവിടെ ഇവിടെയുള്ള മനുഷ്യന്മാരെ പറ്റിയിട്ട് നിങ്ങളെ പറ്റിയിട്ടാ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സിംഗിൾ പേഴ്സണിനെ പറ്റിയിട്ടാ പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരു ഒപ്പുണ്ട്. നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്ററാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് ചിന്തിച്ചു നോക്കിയാ. ആ ക്രിയേറ്റർ അല്ലേ നീ ക്രിയേറ്റ് ചെയ്തേ, പിന്നെ ആ ഒരു സംഭവല്ലേ ചിന്തിച്ചു നോക്കിയാ. ഷാറുഖ് ഖാന്റെ മോൻ എന്ന് പറയുമ്പോൾ ഷാറുഖ് ഖാന്റെ മോനിന് ഒരു വിലയുണ്ട്. അയ്മുട്ടിക്കാന്റെ മോനും ഷാറുഖ് ഖാന്റെ മോനും ഡിഫറൻസ് ഉണ്ട്. അത് ഷാറുഖ് ഖാന്റെ മോനല്ലേ, അയ്മുട്ടിക്കാന്റെ മോനല്ലേ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കില് ഞാൻ വന്നത് അവിടുന്നല്ലേ എന്ന് ചിന്തിക്കുമ്പോ, അവിടുന്ന് വന്ന ആളല്ലേ, അപ്പൊ
ഞാനൊരു സംഭവല്ലേ ഇങ്ങനെ നിങ്ങൾ കാണും. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിന്നിട്ടില്ലേ? ശരിയല്ലേ, ഞാൻ അവിടുന്ന് വന്നല്ലേ. അപ്പൊ അവിടുന്ന് ഞാൻ വന്നത് മുതലുള്ള സംഭവം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ഐ ആം വിത്ത് ദം. ഐ ആം വിത്ത് ഓൾ ഏഞ്ചൽസ്. ഐ വാസ് ദേർ. ഏതൊരു മനുഷ്യനും അവിടെ നിന്നാ വരുന്നത്. അപ്പൊ ഐ വാസ് വിത്ത് ലോട്ട്സ് ഓഫ് ഏഞ്ചൽസ് ആൻഡ് ദാറ്റ് വൺ ലൈറ്റ്. അത് നമുക്ക് ഓർമ്മയില്ല. ഓക്കെ, അതൊന്നും നമുക്ക് ഓർമ്മയില്ല എന്നല്ല, അത് നമ്മൾ അറിയിച്ചു തന്നിട്ടില്ല. നമുക്കൊന്നും മനസ്സിലാക്കാനുള്ള സ്റ്റേറ്റിൽ നമ്മൾ എത്തിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, യു ഓൾ ആർ ചൂസൺ വിത്ത് ദാറ്റ് ലൈറ്റ്, ദാറ്റ് വൺ സോഴ്സ്. യു ഓൾ ആർ ചൂസൺ വിത്ത് ദാറ്റ് വൺ സോഴ്സ്. അപ്പൊ എല്ലാവരും ചൂസൺ ആണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ഭയങ്കര സംഭവമാണ്. ഞാൻ എല്ലാ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ഫസ്ലിയാനോ ഒരു റിക്സാനോ അല്ലെങ്കിൽ ഒരു സഫേനയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഹഫ്സനോ എന്നല്ല ഞാൻ കാണുന്ന കണ്ണ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ലൈറ്റ് ഫോഴ്സിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് അവിടെ ഹീലിംഗ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ വളരെ കരച്ചിൽ വരുന്നത്. അല്ല, എന്തോ ഒരു സന്തോഷം മെഡിറൂട്ടിൽ വരുമ്പോ എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്ന. അതുകൊണ്ടാണ് ഓടിച്ചാടി മെഡിറൂട്ടി എന്ന് പറയുന്ന പ്രോഗ്രാമെ അനൗൺസ് ചെയ്യുമ്പോ തന്നെ എല്ലാരും വന്ന് ജോയിൻ ചെയ്യുന്നത്. ഐ ആം ലുക്കിംഗ് ദാറ്റ് ലൈറ്റ്. ആ ലൈറ്റ് നിങ്ങളിലേക്ക്, നിങ്ങളുടെ കപ്പാസിറ്റിയിലേക്ക്, നിങ്ങളുടെ ലിമിറ്റേഷൻസിലേക്ക് ഒന്നുമല്ല നോക്കുന്നത്. ഐ എം ലുക്കിംഗ് അറ്റ് ദാറ്റ് ലൈറ്റ്. ദാറ്റ് ലൈറ്റ് ഈസ് അൺലിമിറ്റഡ്. അല്ലെങ്കിൽ ആ ലൈറ്റ് എന്ന് പറയുന്നത് അത്രക്കും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിലേക്ക് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും എനിക്ക് പറയാൻ പറ്റും, മക്കളെ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. സോ എ റൈറ്റ് ഗൈഡ് ഷോസ് യുവർ പൊട്ടൻഷ്യൽ. അല്ലാണ്ട് ഒരു റൈറ്റ് ലീഡർ, ഞാൻ ഒരു ലീഡറാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരല്ല ചെയ്യുക. ഒരു ലീഡർ മറ്റൊരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുക ചെയ്യുക. ഒരു മെന്റർ ഒരു ലെവലിലുള്ള ലീഡറിനെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ അത്രയും സ്നേഹമാണ്. നിങ്ങളെ വീഡിയോ കൊണ്ട് വരൂ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കാണട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ദർശനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ലെവലിൽ സംസാരിക്കുന്നത് കൊണ്ട്. അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ ഒക്കെ ഒരു കണ്ണുകളുടെ പ്രകാശം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ കൊണ്ട് വരുമെന്ന് പറയുന്നത്. ഇത്രയും ഡീപ്പ് ലെവലിൽ ആദ്യമായിട്ട് നമ്മൾ മെഡിറൂട്ടിന് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് പോകുന്നത്. അത് യു ഗൈസ് ആർ വെരി ബ്ലെസ്ഡ്. മെഡിറൂട്ടിൻ പെയ്ഡ് സെഷനിലെ കാര്യങ്ങളിലൊക്കെ ആ ജേണിന്റെ ഇടയിൽ ഇവരിങ്ങനെ ചൊറിഞ്ഞ് ഓരോന്ന് ചോദിച്ച് വാങ്ങിക്കലുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒന്നും ചോദിക്കാതെ തന്നെ ബൈ സിറ്റിംഗ് ഹിയർ, അതും ഫ്രീ സെഷനിൽ മെഡിറൂട്ടിന്റെ സെഷനിൽ വന്നിട്ട് ഇത്രയും ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ യു ഗൈസ് ആർ യു ഗൈസ് ആർ ബ്ലെസ്ഡ്. അപ്പൊ ആ ബ്ലെസ്സിങ്സിനെ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം എന്നല്ല, നിങ്ങളുടെ ഹോൾ ലൈഫ് നിങ്ങൾ എടുത്തു നോക്കിയാൽ പോലും നിങ്ങള് ഒരു ചൊല്ലുണ്ട്, ഞാൻ നിന്റെ ഔദാര്യത്തിൽ നിന്നെ സ്വർഗത്തിൽ കയറ്റാം അല്ലെങ്കിൽ ഹെവനിൽ കയറ്റാം അല്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളോട് പറയുമ്പോൾ ഒരു പറയാണ്, ഞാൻ എന്റെ ലൈഫ് മുഴുവൻ കുറെ അമലുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഗുഡ്നെസ് ഒക്കെ കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഔദാര്യത്തിൽ എന്നെ കയറ്റണ്ട, ഞാൻ ഈ ചെയ്തതെന്ന് എനിക്ക് നോക്കാലോ. അപ്പം ഈ ചെയ്തവർ കണക്കിൽ വെച്ചിട്ട് എന്നെ സ്വർഗത്തിൽ കയറ്റിക്കോ. ബിക്കോസ് ഹി ഈസ് വെരി കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. ഞാൻ ഫുൾ ടൈം നിസ്കാരത്തിലാണ്, ഓത്തിലാണ്, ഞാൻ മറ്റുള്ളവരെ കുറെ കയ്യിലുള്ള എല്ലാം കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസിലായിരുന്നു. ഞാൻ ചെയ്ത ഇതിൽ വെച്ചിട്ട് എന്നെ കയറ്റിക്കോളും. സ്നേഹം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം ത്രാസ് എടുത്ത് നോക്കുമ്പോൾ ഒരു സൈഡിൽ കണ്ണ് എന്ന് പറയുന്ന, അയാളുടെ കണ്ണ് എന്ന് പറയുന്ന റബ്ബ് കൊടുത്ത അല്ലെങ്കിൽ ആ ക്രിയേറ്റർ കൊടുത്ത ആ ബ്ലെസ്സിങ്സിനെ ഒരു ത്രാസിലിട്ടു. ഒരു ത്രാസിൽ അയാൾ ചെയ്ത എല്ലാ ബ്ലെസ്സിങ്സിനെ ഇട്ട് നോക്കിയപ്പം അതിന്റെ താഴെ എന്ന് പറയുന്നത്, ആ ത്രാസിന്റെ താഴ്ച എന്ന് പറയുന്നത് ഒറ്റ കണ്ണ് എന്ന് പറയുന്ന ബ്ലെസ്സിങ്സിനെ കൊടുത്ത ആ ബ്ലെസ്സിങ്സിനെ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നു ആ ത്രാസ് വന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയോ ചെയ്താൽ പോലും, നമ്മൾ ഇനി എത്ര കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്താൽ പോലും നമ്മൾക്ക് എപ്പോഴും ആ അഹങ്കാരം ഉണ്ടാവരുത്. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവിടുത്തെ ബ്ലെസ്സിങ്സിന്റെ ഒരു അംശത്തിലേക്ക് പോലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റൂല. അതുകൊണ്ടാണ് സ്പിരിച്വൽ സ്പിരിച്വൽ ഈഗോ എന്ന് പറയുന്ന സാധനം വന്നു പോയത്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ 24 മണിക്കൂർ നിസ്കരിക്കുന്നുണ്ട്, ഉടനെ കാണുന്നില്ലേ, സമയം നിസ്കരിക്കൂല എന്നൊന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം നല്ലത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കരുത്. കാരണം കളിയാക്കാനുള്ള യോഗ്യതയുടെ ഒരു അംശം പോലും നമ്മളിലേക്ക് പോലും ഇല്ല. ബിക്കോസ് അത്രയും ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണ് തന്നെ എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ അതിന്റെ ബ്ലെസ്സിങ്സ് എടുത്ത് തീരൂല. അത്രത്തോളം മിസ്റ്ററീസ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ തന്നെ നോക്കിയാൽ കണ്ണിന് വേറെ ഡിപ്പാർട്ട്മെന്റ്, മൂക്കിന് വേറെ ഡിപ്പാർട്ട്മെന്റ്, ഹൃദയത്തിന് വേറെ ഡിപ്പാർട്ട്മെന്റ്, കൈക്ക് കാലിന് അല്ലെങ്കിൽ അതിനുള്ളിൽ ഓരോ സെല്ലിന്, നരമ്പിന്, എല്ലാത്തിനും ഓരോ ഡിപ്പാർട്ട്മെന്റ്. ഇതെന്താ പഠിപ്പിക്കുന്നത്? എല്ലാത്തിനും കൂടി ഒരു ഡോക്ടർ പോരെ?
ഇല്ല, എല്ലാത്തിനെ പറ്റി അത്രയും പഠിക്കാനുണ്ട്. MBBS കാര്യങ്ങളൊക്കെ അത്രയും ടഫാന്ന് പറയാൻ കാരണം അത്രയും പഠിക്കാനുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കാര്യത്തിൽ അത്രയും പഠിക്കാനുണ്ട്. ഞാൻ ഒരു മനുഷ്യനെ പറ്റിച്ചല്ല പഠിക്കണേ, വേണമെങ്കിൽ കണ്ണിനെ പറ്റി മാത്രമായിരിക്കും പഠിക്കണേ. അതിന് വേണ്ടിയിട്ട് 5-6 വർഷം ഇരുന്ന് പഠിച്ചിട്ട് ഡോക്ടർ ആവണേ. എന്നിട്ട് പോലും അവര് അത്രയും ഇനിയും പഠിച്ചുകൊണ്ടിരിക്കാൻ, എന്നിട്ട് പോലും ഒരു മനുഷ്യന്റെ കണ്ണിനെ പറ്റിയിട്ടോ ശരീരത്തിനെ പറ്റിയിട്ടോ ഇത്രയും കാലമായിട്ട് പഠിച്ചു തീർന്നിട്ടില്ല എന്ന് പറയാം. അപ്പൊ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മൾ ഓരോ ആൾക്കാരും, എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരും സൃഷ്ടിക്കപ്പെടുക ഒന്ന് ചിന്തിച്ചേക്കുക. അപ്പം അതുകൊണ്ടാ പറഞ്ഞേ, എത്രത്തോളം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, മീനിങ് മനസ്സിലാക്കാൻ പറ്റണം. എത്രത്തോളം നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, കാരണം ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഇതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ, എനിക്കിതൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫൈൻ, സബ്മിറ്റ്, സറണ്ടർ. ആദ്യം നിങ്ങളെ കാണാൻ നല്ല അതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോൾ കുറെ ആള് ഇടപെട്ട് സെഷനിൽ കേട്ട് ഇന്ന് ഞാൻ ഒന്നും ചെയ്തല്ല, നിങ്ങളിൽ തന്നെ ചെയ്തതാണ്, വർക്കായതാ. പക്ഷെ ആ വർക്കാവാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ആ ലൈറ്റ്, എന്റെ ഉള്ള ലൈറ്റ് നിങ്ങൾക്ക് പകർത്തി തരാം. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഒറ്റ ടാസ്ക്. കുറെ ആൾക്കാർ പേയ്മെന്റിന്റെ കാര്യമൊക്കെ പറയും, എന്തിനാ പേയ്മെന്റ് ഒക്കെ കിട്ടാൻ, ഇത്രയും വലിയ പേയ്മെന്റ് കിട്ടാൻ നമ്മളെങ്ങനെ ജോയിൻ ചെയ്യാം. എല്ലാത്തിനപ്പുറത്തേക്ക് ഭയങ്കര വയസ്സായിട്ടുള്ള ഒരാള്, ബ്ലെസ്സിങ്സ് മനസ്സിലാക്കുന്ന ഒരാള്, വലിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ മനസ്സിലാക്കും, ഈ പേയ്മെന്റ് ഞാൻ ഇടാന്ന് പറയുന്നതാണ് എന്റെ ടാസ്ക്. അല്ലാണ്ട് വെറുതെ എനിക്ക് ഇതാ വലിയ സാധനം കൊണ്ടുതരാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ടല്ലേ നിങ്ങൾ ഇതൊക്കെ കേട്ടത്, ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. എത്ര പേര് ഗ്രൂപ്പിലുണ്ട്. ആ ഇരിക്കാന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടാസ്ക്. ആ ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നാൽ ഇപ്പുറത്തേക്ക് എന്തെങ്കിലും വരുള്ളൂ. പേയ്മെന്റ് എന്ന് പറയുന്ന കടമ്പ നിങ്ങൾ കടത്തി കഴിഞ്ഞാൽ മാത്രമെങ്കിലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ വലിയ കാര്യങ്ങൾ കിട്ടാൻ നിങ്ങൾ കുറച്ചെങ്കിലും ആക്ഷൻസ് എടുക്കണം. അപ്പം ഇന്ന് വളരെ ഡീപ്പായിട്ട് കുറച്ച് അധികം സംസാരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ റമദാൻ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ടോപ്പിക് വന്നതായി. ഐ തിങ്ക് സോ. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്ക് പോലും പുതുമയുള്ള കാര്യങ്ങളുണ്ട്. ദാറ്റ് മച്ച് ഐ ആം ടോക്കിംഗ് വിത്ത് ദാറ്റ് ഗൈഡൻസ്. ഓക്കെ, എന്ത് ചെയ്യാം. അപ്പം കേട്ടതും മനസ്സിലായതും കത്തിയതും കത്താത്തതും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കാം. അപ്പൊ ആദ്യം നിങ്ങള്, പിന്നെ നിങ്ങളെ കണ്ട്, ആദ്യം നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ലെവല് അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് ആദ്യം നിങ്ങളെ കാണേണ്ടത്. മറ്റുള്ളവർ എത്ര നിങ്ങളെ കണ്ടിട്ടും കാര്യമില്ല. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഇന്നത്തെ കാര്യം. ഇനി നാളെ എന്താവും എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊന്നും ഓപ്പൺ ചെയ്തിരിക്കരുത്. ഇങ്ങനെ അങ്ങൊക്കെ ഓപ്പൺ ആക്കി ഇരുന്നതിനാല് അടുത്തതിൽ വരുമ്പോ ഒന്നും പറയാനുണ്ടാവില്ല എന്നല്ല, പറഞ്ഞാലും തീരുമില്ല പല കാര്യങ്ങളും. ഇതൊരു ബഹറാണ്. ഇനിയും നിങ്ങളോട് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ഓപ്പൺ ചെയ്തിരിക്കുക എന്റെ മക്കളെ. ആക്ഷൻസ് എടുക്കുക, റിസ്കുകൾ എടുക്കാന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ആ റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ റിസ്ക് എടുക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കും. വെറും 5000 രൂപ അല്ലേന്നാ ഞാൻ നോക്കുക മെഡി റൂട്ടീന്റെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ. ബിക്കോസ് ഐ നോ ദ വർത്ത് വാട്ട് ഐ ആം ഗിവിംഗ് ദം. ഐ ആം ഷോയിങ് ദെയർ ഓൺ ലൈറ്റ്. ആ ലൈറ്റിന് അവർ വിടുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് 5000 മാത്രമാണോ? അവരെ ഉണ്ടാക്കിയ ലൈറ്റിനെയാണ് ഞാൻ കാണിച്ചെടുക്കണേ. അപ്പൊ അതിന് ഞാൻ ഇട്ടുകൊടുക്കുന്ന പേയ്മെന്റ് 5000 ആണോ? അത് ഈ മാസം ഞാൻ കൊടുക്കണ 3000-ലാണ്. അപ്പൊ ഞാനത് കൊടുത്തത് ഭാര്യയ്ക്ക് സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാം. ഇവര് മെന്റേഴ്സ് ഇതൊക്കെ 5000 കൊടുക്കാം. ഞാൻ വീണ്ടും പേയ്മെന്റ് കൊടുക്കുന്ന ഇവര് ഇതിന് കുറയ്ക്കണം. ഇവർക്ക് അറിയില്ല ഇതിന്റെ വേർത്ത് എന്താ. ഇവര് പറയും 8000 ആക്കാം, നമുക്ക് അടുത്ത ബാച്ചിൽ 10,000 ആക്കാം, കാരണം അത്രയും വലിയ കോണ്ടന്റ് ഇതിൽ കൊടുത്തോണ്ടിരിക്കണേ, പേയ്മെന്റ് കുറയ്ക്കല് എന്ന് ഇവരെന്റെ അടുത്ത് പറയുമ്പോ ദേ നോ ദ വേർത്ത്. അവരോ ആ പേയ്മെന്റ് കൊടുത്തിട്ടാ വന്നത്. എന്ന് വെച്ചാൽ അവര് പറയാം പേയ്മെന്റ് കൂട്ടണം, ബിക്കോസ് എനിക്ക് വാരിക്കൂരി എനിക്ക് കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ കൊണ്ടല്ല അവര് പറയുന്നത്. ദേ ആർ സെയിങ് ദാറ്റ് ദിസ് ഈസ് വെരി വാല്യുബിൾ. എങ്ങനെ ഫാത്തി ഇതൊക്കെ ഇങ്ങനെ ഈ പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റണേന്ന് പറയുമ്പോൾ ഐ നോ ദ വർത്ത്. അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓപ്പൺ ആക്കി തരാൻ. എന്നിട്ടും അതിൽ 400ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിട്ടും എത്ര പേര് ഇതിൽ വന്ന് ലൈവായിട്ട് കേട്ടു. അപ്പൊ നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി കുറെ കാര്യങ്ങൾ പറയുന്നില്ല, മതി. ഒന്ന് ഗ്രൗണ്ടഡ് ആവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് എടുക്കാം, ടു ഡു ലിസ്റ്റ് എഴുതാം. പറഞ്ഞതും കേട്ടതും എല്ലാം നിങ്ങളിലേക്ക് ചൊരിയട്ടെ. സോ എന്ത് ചെയ്യാം, ടു ഡു ലിസ്റ്റ് എഴുതാം നമുക്ക്. ഓക്കെ, ഐ നോ ദിസ് ടൈം ഇസ് വെരി പ്രഷ്യസ് ഫോർ യു. കുറച്ചധികം സമയം എടുത്തതിന് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്, ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ ഐ എം സോറി ഫോർ. അപ്പൊ എന്ത് ചെയ്യാം, ബുക്ക് എടുക്കാം, ടു ഡു ലിസ്റ്റ് എഴുതാം. ഇനി ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ആദ്യമായിട്ട് ഇന്ന് ജോയിൻ ചെയ്തവർ ഇപ്പൊ ഇവിടെ ഉണ്ടോ?
അല്ലെ ടു ഡു ലിസ്റ്റ് എങ്ങനെ എഴുതേണ്ടത് ഇന്നലത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യണം. എനിവേസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് വീഡിയോയിൽ ഇല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ, ഉറങ്ങിയിട്ടില്ലല്ലോ. പറ്റുന്നവർക്ക് വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഓക്കെ, ഇത്രയും കേട്ടിട്ടെങ്കിലും വീഡിയോ മോഡിൽ വാ. ഇനി അടുത്തത് ടു ഡു ലിസ്റ്റും നോ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ അടുത്ത ടാസ്ക്. നമ്മൾ ഇങ്ങനെ ടോപ്പിക്ക് സംസാരിച്ച് പോകാറില്ല, പക്ഷെ ഇന്നത്തെ സെഷൻ ടോപ്പിക്കും മെഡിറ്റേഷൻ എല്ലാം ആ ഒരു ലെവലിലേക്ക് ആയതുകൊണ്ടാണ്. ഇതൊക്കെ വീണ് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. വീണ് കിട്ടുന്ന ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം ടു ഡു ലിസ്റ്റും നോ ടു ഡു ലിസ്റ്റ് ക്രിയേഷൻ ആണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ബുക്ക് എടുക്കാം, ആദ്യം ടു ഡു ലിസ്റ്റ് എഴുതാം. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള സാധനം കറക്റ്റ് നോട്ടീസ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നോ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതാം. നിങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നോ ടു ഡു ലിസ്റ്റ് എഴുതൂല എന്ന് അത്രക്ക് വാശി നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ടു ഡു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ എന്താ പറയാ ബാക്കോട്ട് വിൽപ്പിക്കുന്ന പല സാധനങ്ങളായിരിക്കും ഈ നോ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഇടേണ്ടത്. അതായത് ഇപ്പൊ ഓവർ ടൈം ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല, ഓവർ ടൈം ഞാൻ എന്താ പറയാ ഉറങ്ങാതിരിക്കൂല, ഞാൻ ഇന്ന് നേരത്തെ ഉറങ്ങാതെ വെറുതെ സമയം ടൈം സ്പെൻഡ് ചെയ്യില്ല, ഞാൻ നേരത്തെ ഉറങ്ങും. അതേപോലെ നോ ടു ഡു ലിസ്റ്റ് നിങ്ങൾ ചെയ്യൂല എന്ന് അത്ര ഉറപ്പിച്ച കാര്യങ്ങൾ, ആ ചെയ്യൂല എന്ന് പറയുന്ന സാധനം ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് നോ ടു ഡു ലിസ്റ്റ് ചില സാധനങ്ങൾ എന്താ പോയിന്റ് ഔട്ട് ചെയ്യാം. ഷാർപ്പായിട്ട് നിങ്ങൾക്ക് നോ ടു ഡു ലിസ്റ്റ് എന്താ വേണ്ടതെന്നുള്ള ഐഡിയ വേണം, ടു ഡു ലിസ്റ്റ് എന്താ വേണ്ടതെന്ന ഐഡിയ വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ എഴുതി വെച്ചിട്ട് പൂട്ടി വെച്ചിട്ട് നാളെ രാവിലെ വീണ്ടും അടുത്ത സെഷനിൽ ഒന്ന് തുറക്കാനല്ല. ഇതൊക്കെ എഴുതിയതിന്റെ ബോധ്യം നിങ്ങൾക്ക് വേണം. ഈ കോൺഷ്യസ്നെസ്സിൽ എല്ലാ ദിവസവും മെഡി റൂട്ടീനിൽ രാവിലെ മെഡിറ്റേഷനും ഈ കോൺഷ്യസ്നെസ്സിൽ നിങ്ങൾ എഴുതുന്ന ടു ഡു ലിസ്റ്റിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു വൈബ്രേഷനിൽ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു വൈബ്രേഷനിൽ നിങ്ങൾ എടുത്ത തീരുമാനമാണ്, ആ തീരുമാനത്തിൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിനെല്ലാം അതിൻ്റെതായ ഒരു ലൈറ്റ് ഫോഴ്സിന്റെ ഒരു ബാക്ക് എനർജി ഉണ്ടാവും. അതുകൊണ്ടാണ് അത്രയും ടു ഡു ലിസ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യിപ്പിക്കാൻ കാരണം. അപ്പൊ ലൈവായിട്ട് തന്നെ എഴുതിക്കോളി, ആദ്യം ടു ഡു ലിസ്റ്റ് ഏതാ, നോ ടു ഡു ലിസ്റ്റ് ഏതാ. ഓക്കെ, ടേക്ക് എ ടൈം, ഐ വിൽ ഗിവ് യു 3 minutes. നമുക്ക് അധികം ടൈം എടുക്കണ്ട, അത് സെഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി എഴുതിയാൽ മതി. ഓക്കെ, വേറെ എനി ഡൗട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. കഴിഞ്ഞവരൊന്ന് കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് ഫിനിഷ്ഡ് എന്നുള്ള ചാറ്റ് ബോക്സിൽ പറയണേ. ഫൈൻ, ഐ ഹോപ്പ് എവ്രിവൺ ഡൺ. ചെയ്യാത്തവര് കഴിയാത്തവര് എന്ത് ചെയ്യാം, ബാക്കി പിന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ തന്നെ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാം. ആൻഡ് നമുക്ക് അടുത്ത ഫേസ് എന്ന് പറയുന്നത്, മെഡിറ്റേഷന് 3 phases ആണുള്ളത്. ആദ്യം മെഡിറ്റേഷൻ, പിന്നെ എന്താ പറയാ ടു ഡു ലിസ്റ്റ് ക്രിയേഷൻ കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് അന്ന് ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം ചെയ്തവർക്ക് മനസ്സിലാവും. ഇന്നലത്തെ ടാസ്ക് വെറുതെ ഒന്ന് ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ്, ഭയങ്കര ഒരു ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവും. കൃത്യമായി ചെയ്തവർക്ക് എല്ലാം ഉണ്ടാവുള്ളൂ, വെറുതെ ഇരിക്കുന്നവർക്ക് ഒന്നും കിട്ടൂല. അപ്പം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, ഇന്ന് എനിക്ക് തരാൻ തോന്നുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്, റൈറ്റ് എ ലെറ്റർ ടു യുവർ, ആരാണ് നിങ്ങൾ വിശ്വസിക്കണേ, ആരെയാണ് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ കാണാൻ പറ്റുന്ന, യൂണിവേഴ്സ് ആവാം, ഒരു മണ്ണ് എന്ന് പറയുന്നത്, ഇനി ആരെയും വിശ്വസിക്കാൻ, പക്ഷെ ഏതൊരു ഫോഴ്സ് നിങ്ങൾക്ക് ആ ഒരു തോന്നലുണ്ട്, എന്താണ് നിങ്ങൾ ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരും നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ തോന്നുന്നത്, പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും എഴുതണ്ട, വെറുതെ പെണ്ണെടുക്കാൻ എഴുതാം. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോയിൽ ഓരോ സാധനം വന്നോളൂ എഴുതാൻ. അത് എഴുതി തീരുന്ന ആഗ്രഹിക്കുന്നവരെ എഴുതാം. പക്ഷെ എഴുതാൻ ഇരിക്കുന്ന മൊമെന്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചൂസ് ചെയ്യാം. എഴുതണ്ടേ വിചാരിച്ചിട്ട് എഴുതുന്നതും എഴുതാൻ ഫീൽ ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസിലിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ലെറ്റർ ഒക്കെ എഴുതാം. ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നവരൊക്കെ ഉണ്ട്, ടാസ്കുകൾ പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ എഴുതിയെന്ന് കൊണ്ട് തീരുന്ന കാര്യമൊന്നും അല്ലല്ലോ, വെറുതെ ഒന്ന് ഇരുന്ന് എഴുതാം. നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ്പീരിയൻസ് ചെയ്യും എന്നിട്ട് മനസ്സിലാവും. എന്റെ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കടിച്ചെഴുതാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ ഭയങ്കര വർധന ഒരു ഫീലാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ കുറച്ച് കാര്യം, ഇതും ഞാൻ ഇന്നലെ പറഞ്ഞ ടാസ്ക് പോലെ എക്സ്പീരിയൻസ് ഉണ്ടായ കാര്യം. പണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആവുന്നതിന് മുമ്പ് എഴുതി വെച്ച പല കാര്യങ്ങളും ഇപ്പൊ അത് റിയാലിറ്റി ആയി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും എന്റെ പൊന്ന് റബല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാം. ആസ് എ ഫ്രണ്ട്, ആസ് എ കിഡ്, ആ ഒരു രീതിക്കൊക്കെയാണ് സംസാരിക്കുക. എനിക്കറിയാം ഇതൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഓരോന്ന് എഴുതാൻ. ലൈക്ക് ബേബി എന്നൊക്കെ പറയും, കുഞ്ചാന്നൊക്കെ പറയില്ലേ, ആ രീതിക്കൊക്കെ ആയിരുന്നു ഞാനൊക്കെ പണ്ട് എഴുതിയിട്ടുണ്ട്.
ഇപ്പോഴും എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതുള്ളൂ, കാരണം നമ്മൾ ആരും അല്ലല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ, നിങ്ങൾ എന്ത് വിളിച്ചാലും വിളി കേൾക്കാൻ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ വിളിക്കാൻ പോകുന്നത്, എന്താ പറയാ, ആ രീതിയിൽ വിളിച്ച്, പക്ഷെ ആ റെസ്പെക്റ്റും ലവും കാര്യങ്ങളും ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എഴുതുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്ത് വിളിച്ചാലും ആ റെസ്പെക്റ്റിൽ അതെത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ആ ഫീലിൽ എഴുതാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ടാസ്ക് ഇതാണ്, റൈറ്റ് ലെറ്റർ ടു യുവർ ക്രിയേറ്റർ ഓർ ഡിവൈൻ ഓർ ദി യൂണിവേഴ്സ്. ഓക്കെ, അപ്പം ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷന്റെ ടേക്ക് അവേസ് കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാം, ഫീഡ്ബാക്സ് പറയാം. അതൊക്കെയാണ് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടാവാം. അപ്പൊ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്കും കൂടി വീണ്ടും വീണ്ടും കേൾക്കാനോ, അല്ലെങ്കിൽ അടുത്ത സെഷനിലെങ്കിലും, നാളെയാണ് ലാസ്റ്റ് ഡേ, അപ്പൊ അതിലെങ്കിലും ഒന്ന് വന്ന് കയറട്ടെ എന്നുള്ളൊരു മൈൻഡിലേക്ക് അവരെത്തും. കയറിക്കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെട്ടു. പക്ഷെ കയറുന്ന വരെയുള്ള ഒരു യുദ്ധം ഉണ്ടല്ലോ, ഏറ്റവും വലിയ യുദ്ധം സ്വയത്തോടുള്ള യുദ്ധമാണ്. അപ്പൊ ആ കേറാൻ വേണ്ടി അവർക്ക് രാവിലെ എണീക്കാൻ, ഉറങ്ങാലോ, ആ യുദ്ധം അവർ വിജയിക്കണം. അതേപോലെ സെഷന് കയറണമെങ്കിൽ പേയ്മെന്റ് വേണം, ആ യുദ്ധം നിങ്ങൾ വിജയിക്കണം. സ്വയത്തോടുള്ള യുദ്ധത്തിൽ നിങ്ങൾ ബാക്കി നമ്മൾ നോക്കിക്കോളാം എന്ന് പറയുന്ന പോലെയാണ്. കേറി ഒരു രക്ഷപ്പെട്ടു, എന്തോ പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരുന്നോളും. ഇനി കേറി ചില ആക്കും കത്തിയിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു പോകുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം മെഡി റൂട്ടിന്റെ കാര്യം അതിന്റെ ഇടയിൽ മെൻഷൻ ചെയ്തുകൊണ്ട് വീണ്ടും ഇവര് ഓർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് മെഡി റൂട്ടിൻ ബിഗിൻ ചെയ്യുന്നത് മൺഡേ ആണ്, ഈ വരുന്ന മൺഡേ, കമ്മിങ് മൺഡേ. റമദാൻ സ്പെഷ്യൽ ആണ്. ഈ ഒരു വൈബ്രേഷനിലൊക്കെ ആയിരിക്കും ഈ ബാച്ച് പോകുന്നുണ്ടാവാം. റമദാൻ ഓറിയന്റഡ് ആയിട്ട് നമ്മളെ റൂട്ടീൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫ് കണക്ഷൻ ആണ് മെയിൻലി ഈ മെഡി റൂട്ടീൻ ബാച്ചിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡീപ്പ് ലെവലിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ പറയാ, ലൈക്ക് റമദാനാണല്ലോ, ഇപ്പൊ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഈ ബാച്ചിനെ പിച്ച് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. മൺഡേ ആണ് ബിഗിൻ ചെയ്യുന്നതിന്, ആകെ 2 ദിവസം 3 ദിവസം അങ്ങനെ ഉള്ളൂ. അപ്പൊ ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ, ഈ വൈബ്രേഷനിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നാണെങ്കിൽ, ഈ വൈബ്രേഷനിൽ തന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ കണക്ട് ചെയ്താൽ മതി. അപ്പം മൺഡേക്ക് മുമ്പ് ഇപ്പൊ നിങ്ങൾ പേയ്മെന്റ് ക്ലോസിങ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നോളൂ. പേയ്മെന്റ് ഐ തിങ്ക് 3000 ആണ് ഈ മാസം പേയ്മെന്റ് വരുന്നത്. സാധാരണ 5000 പേയ്മെന്റ് വരുന്ന വർത്ത് വരുന്ന പ്രോഗ്രാം ആണ്. 3000ലേക്ക് ഇപ്രാവശ്യം ചുരുക്കിയിട്ടുണ്ട്. നമ്മൾ അത് ഔട്ട് ചെയ്യണം, എത്ര അനൗൺസ് ചെയ്തിട്ടില്ല, പുറത്തേക്ക് പോസ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഇത്രയും നേരം ഇരുന്നല്ലേ, ഇരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം വന്നാൽ നിങ്ങൾക്ക് നല്ലത്, ആരും നിർബന്ധിക്കില്ല, വേണ്ടവർ വന്നാൽ മതി. ഓക്കെ, ഇപ്പൊ വന്നവർക്ക് കിട്ടിയിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ, വേണമെങ്കിൽ വന്നാൽ മതി, ഒരു നിർബന്ധമില്ല. അപ്പൊ എന്താ, 3000 ആണ് പേയ്മെന്റ് വരുന്നത്, മൺഡേ ആണ് ബിഗിൻ ചെയ്യുന്നത്. അപ്പം 30 days ആണ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് അവർ പറഞ്ഞത്. അതൊന്ന് പറയണം തോന്നി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പം എന്ത് ചെയ്യാം, നാളെ എല്ലാവരും കുളിച്ചു കുട്ടപ്പന്മാരായി ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഇൻഷാല്ല, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. സോ താങ്ക് യു സോ മച്ച് എവരി വൺ ഫോർ ജോയിനിങ് ടുഡേ ആൻഡ് വെയിറ്റിംഗ് ദിസ് മച്ച് ടൈം. എന്താ പറയുക, ഇത്രയും സമയം ഇങ്ങനെ കേട്ടിരുന്നതിൽ ഐ ഹോപ്പ് വീഡിയോ മോഡിൽ ഇല്ലാത്ത ആരും ഉറങ്ങാത്തവരാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് യുവർ ടൈം, ഇറ്റ്സ് യുവർ ടേൺ ടു ഷെയർ യുവർ പറയുക. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് പറയാനുള്ള ടൈമാണ്. സൂം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഹോസ്റ്റ് വിളിക്കും, എന്താണ് കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓവർ ടു യു ജസ്മിയ. ബിഫോർ ദാറ്റ്, താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ജോയിനിങ്, വെയിറ്റിംഗ്. അപ്പം ഇത്രയും സമയം നിങ്ങളെ കുറച്ചധികം നേരം എടുത്തതിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ വിലപ്പെട്ട സമയമാണ്. അതിനോ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇഷ്ടം വന്നിട്ട് ഈ ഇതിൽ പോകാനും പറ്റില്ല, ശതവി പോകാനും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ കിച്ചണിലോ അല്ലെങ്കിൽ പല യാത്രകളിലും സെഷൻ കേൾക്കുന്ന കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കില്ല. ഐ നോ ദാറ്റ്. അതുകൊണ്ട് പല ആൾക്കാരും വീഡിയോ മോഡ് ഓഫ് ആക്കിയിട്ടിരിക്കണേന്ന് നമുക്കറിയാം. അപ്പം എനിവേസ്, നിങ്ങളായി കാണിക്കുന്ന ഡെഡിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എത്തിച്ചേരട്ടെ. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ജോയിനിങ്. ആൻഡ് നാളെയും കാണണം. ഇന്നുണ്ടായ ആള് നാളെ ഉറങ്ങിപ്പോയത് എന്തായാലും വരണം. ഇനി റെക്കോർഡിങ്ങിന്റെ കാര്യം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് കയറാത്തവർക്ക് ഇന്നത്തെ റെക്കോർഡിംഗ് നാളെ കിട്ടുള്ളൂ. ഒരു ദിവസം മിസ്സായവർക്ക് ഇന്നത്തെ റെക്കോർഡിംഗിന്റെ നാളെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്നലത്തെ റെക്കോർഡിംഗ് ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ടൈം എടുക്കും. അതുകൊണ്ട് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നലത്തെ റെക്കോർഡിംഗ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സമയം കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ടാസ്ക് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ബൈ. See you tomorrow. Over to you, Jasmine. Thank you, Fatima, for the wonderful session. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കും ലാസ്റ്റ് ഡേക്ക് വെയിറ്റ് ചെയ്യും ഫാത്തിമാന്റെ മെഡിറ്റേഷന് വേണ്ടി. കാരണം അന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്
ഇതിലേറെ എനിക്ക് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നത് പോലെ അതിലേറെ അടിപൊളിയായി രണ്ടാമത്തെ ഒരു ദിവസം നമുക്ക് മെഡിറ്റേഷനും അതിന് ശേഷമുള്ള ക്ലാസ് ഒക്കെ കിട്ടിയത്. ലാസ്റ്റ് ഡേ നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യും ഇന്നത്തെ സെഷൻ അടിപൊളിയാവുന്നതിനൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഡേ തന്നെ നമുക്ക് ഇത്രയും ഒരു വലിയൊരു ഒരുപാട് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ പറഞ്ഞു വരുന്നത് നമ്മളെ സെൽഫ് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഒന്നിനും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിയുക, നമ്മൾ ആക്ഷൻ എടുക്കുക, ബാക്കിയൊക്കെ എന്താ പറയാ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. താങ്ക് യു എവ്രി വൺ. ഇനി നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിലും ഇനി ഡൗട്ട് അല്ലെങ്കിൽ ഈ ഒരു സെഷന്റെ ഒരു നിങ്ങൾക്ക് എഫക്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നുള്ള ആള് അൺമ്യൂട്ട് ആക്കി വെച്ചതാണോ അതോ എന്താണ്? ഒന്നുമില്ല. നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കുക. അത് നമുക്ക് ഒന്നും കൂടി ആണ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ അറിയാനൊക്കെ. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ആരും ഇല്ല എന്ന് തോന്നുന്നത്. അപ്പം എല്ലാവരും ഇന്നത്തെ ടാസ്ക് ചെയ്യുക, ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഓക്കെ ആയിഷ ബാനു. ഓക്കെ അസ്സലാമലൈക്കും. ഈ ക്ലാസ്സിന്റെ ആദ്യം ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല മെഡിറ്റേഷൻ. ഇതിൽ പകുതി തൊട്ടാണ്. അത്രയും പകുതി തൊട്ട് കേട്ടെങ്കിലും ലാസ്റ്റ് വരെ കേട്ടതിൽ നല്ല വർക്കായിട്ടുള്ള നല്ല വിസ്ഡം ഷെയറിങ്സ് ഒക്കെ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫാത്തിമ മാം ആൻഡ് ടീംസ്. പറയാനുള്ളൂ, നല്ല ക്ലാസ് ആയിരുന്നു. ആയിഷ ആരെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരുപാട് പറയാനുണ്ടാവും, പക്ഷെ മടി പിടിച്ചിട്ടായിരിക്കും പറയാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ക്യാമറ മോഡ് ചെയ്യാത്തവര് ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിലെങ്കിലും അറിയിക്കൂ. അപ്പം ഇന്ന് ജോയിൻ ആയവരൊക്കെ നാളെയും വരാം. നാളെയും നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഇതിലേറെ ഒരു അടിപൊളിയായിട്ട് ആയിരിക്കും സെഷൻ ഉണ്ടായിരിക്കുക. താങ്ക് യു സോ മച്ച് എവരിവൺ.